റിപ്പോർട്ടർ ജനനായക പുരസ്കാരം 2014. പാർലമെന്ററി രംഗത്തിന് പുറത്തുള്ള ജനകീയ നേതാവിനെ കണ്ടെത്താനുള്ള വോട്ടെടുപ്പിന്റെ ഫലങ്ങളാണ് ഇനി. ഈ വിഭാഗത്തിലെ അന്തിമ വോട്ടെടുപ്പിനായി തിരഞ്ഞെടുത്തത് 4 പേരെയാണ്. അവർ ആരൊക്കെയെന്ന് നോക്കാം. VM സുധീരൻ, KPCC പ്രസിഡന്റ്. ആദർശാത്മക രാഷ്ട്രീയത്തിലെ ദീപ്ത വ്യക്തിത്വം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഒത്തുതീർപ്പില്ലാത്ത രാഷ്ട്രീയവും മുന്നോട്ട് വെക്കുന്നു. മദ്യനയത്തിലും പരിസ്ഥിതി വിഷയങ്ങളിലും അധികാര രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കുന്ന ധീരത എന്നിവയാണ് സുധീരനെ വ്യത്യസ്തനാക്കുന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, സമകാലിക കേരളത്തിൽ മതേതര രാഷ്ട്രീയത്തിന്റെ ഉത്തമ മാതൃക. കലുഷിത രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സമവായത്തിന്റെ സൗമ്യ സാന്നിധ്യം. ബൈത്തുറമ എന്ന സ്വയാവിഷ്കൃത പദ്ധതിയിലൂടെ നൂറുകണക്കിന് ആളുകൾക്ക് വീട് വെച്ച് നൽകിയ ജീവകാരുണ്യ പ്രവർത്തകൻ. വിവാഹാർഭാടത്തിനെതിരായ സാമൂഹിക പ്രചാരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. എല്ലാ സാമുദായിക നേതൃത്വത്തിനും സ്വീകാര്യനായ നേതാവ്. ചുംബന സമര നേതൃത്വം. സദാചാര ഫാസിസത്തിനെതിരായി രൂപം കൊണ്ട യുവജന മുന്നേറ്റം. പുതുതലമുറയെ പുരോഗമന മതേതര ചേരിയിൽ അണിനിരത്തുന്നതിൽ പൊതുബോധത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞ സമര സാന്നിധ്യം. നിൽപ്പു സമര നേതൃത്വം. ആദിമ നിവാസികളോട് ഭരണകൂടം എക്കാലവും തുടരുന്ന അവഗണനയ്ക്കെതിരായ സമരം. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ സമരത്തിൽ അണിനിരത്താൻ കഴിഞ്ഞ നേതൃപാടവം. താൽക്കാലിക ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാത്ത നിശ്ചയദാർഢ്യം. ഷിയൻ മാധവൻകുട്ടി, പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റത്തെക്കാൾ ആളുകൾ ആദരപൂർവ്വം കാണുന്നത് ഒറ്റപ്പെട്ട 2 മൂവ്മെന്റുകളാണ്. താങ്കളുടെ പ്രതികരണം? അല്ല, തികച്ചും അതിനോട് വിയോജിക്കുന്നു. കാരണം ഇത് കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തെയോ സമൂഹത്തെയോ അല്ലെങ്കിൽ മനസാക്ഷിയെയോ സ്വാധീനിക്കുന്ന കാര്യങ്ങളായി ഈ രണ്ടും എടുത്തു കാട്ടാൻ ഒരു നീണ്ടകാല അത് രാഷ്ട്രീയവും സാമൂഹ്യവും മാറ്റങ്ങളുമൊക്കെ ഒരു പ്രക്രിയയാണ്, ഒരു തുടർച്ചയാണ്. അത് ഒരു അമിട്ട് പൊട്ടുന്നത് പോലെയുള്ള ഏതെങ്കിലും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ചരിത്രം മുന്നോട്ട് പോകുന്നത്. സാമൂഹ്യശാസ്ത്രം മാറുന്നത്, രാഷ്ട്രീയം മാറുന്നത്, സാമ്പത്തിക ശാസ്ത്രം മാറുന്നത്. അതിലുള്ള ഇടപെടലുകൾ മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുന്നതിലൂടെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളും അതിൻ്റെ നേതൃത്വത്തിനും അല്ല കൊടുക്കേണ്ടത്. ഈ പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, പുരോഗമനപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഇപ്പോൾ ദേശീയ പ്രസ്ഥാനമായാലും നവോത്ഥാന പ്രസ്ഥാനമായാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായാലും അതിൻ്റെ ചാലക ശക്തികളായി പ്രവർത്തിക്കുന്നവരുടെയും അവരുടെ കൂട്ടായ്മകളുടെയുമാണ്. അല്ലാതെ ചുംബന സമരവും നിൽപ്പ് സമരവും മാധ്യമ ശ്രദ്ധയാകർഷിക്കാൻ കഴിഞ്ഞുവെന്നുള്ളത് കൊണ്ടും അതിൻ്റെ ഒരു വിസ്ഫോടന സ്വഭാവം കൊണ്ടും അതിൻ്റെ ഒരു സവിശേഷത കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു അരികു പറ്റിയ സമരങ്ങളോടുള്ള മലയാളിയുടെ ഒരു താല്പര്യം കൊണ്ടും മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഹൈദരാലി ശിഹാബ് തങ്ങളെ ഒരു സാമൂഹ്യ ഇടപെടലിൻ്റെ ഒരു കണക്കാക്കലിൽ കൂടി ഉൾപ്പെടുത്താൻ എനിക്ക് കഴിയുകയില്ല. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ട് പോലും വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിനെ പറ്റി വ്യക്തിപരമായ അദ്ദേഹത്തിനെ പറ്റി നല്ല മതിപ്പുള്ളതാണെങ്കിലും അത് സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ നന്മ പ്രതിഫലിപ്പിക്കാനുള്ള സമയമായിട്ടില്ല. അതിനു മുൻപ് സുധീരനാണെങ്കിൽ ഈ പറയുന്നത് പോലെ വളരെ സ്വന്തം പാർട്ടിയിൽ പോലും വേരുകളില്ലാതെ, അതാണ് ഇപ്പോൾ തെളിയിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ അത്തരത്തിലുള്ള ഒരു എന്താ പറയേണ്ട ഒരു മറിമായ രാഷ്ട്രീയം അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഒരു 24 കാരറ്റ് സ്വർണ്ണമാണെന്ന് സ്വയം പറയാൻ കഴിയുന്നത് വളരെ എളുപ്പമാണ്. സ്വന്തം ഷർട്ടിൽ ചെളി വരാതെ നിലനിർത്താൻ കഴിയണമെങ്കിൽ അത് ജനങ്ങളിൽ നിന്നും ബന്ധം അകറ്റി നിൽക്കുന്നവർക്കും സാധിക്കുന്നതാണ്. സ്വന്തം ഷർട്ടിൽ ചെളി പറ്റാതെ നിലനിർത്തുക എന്നുള്ളതല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു മികവിൻ്റെ മാറ്റ്. അത്തരത്തിലും സുധീരൻ ഒരു തരത്തിലും ഇത് അർഹിക്കുന്നില്ല. ഒരു കപട നാണയമാണെന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ പറയും. കാരണം ഇത്തരത്തിലുള്ള ജനപ്രിയത ജനകീയതയല്ല. ജനപ്രിയതയും ജനകീയതയും രണ്ടും വ്യത്യസ്തമാണ്. ഇത്തരത്തിലുള്ള മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുന്ന സംഭവങ്ങളെ എടുത്തുകാട്ടി കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിൻ്റെ ചരിത്രത്തിൽ കൂട്ടി വായിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ശ്രീ ഗോവിന്ദൻകുട്ടി പറഞ്ഞ അഭിപ്രായത്തിനോട് പൊതുവെ മാധവൻകുട്ടി പറഞ്ഞ അഭിപ്രായത്തോട് പൊതുവെ യോജിക്കുന്നയാളാണ്. കാരണം ചുംബന സമരവും നിൽപ്പ് സമരവും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് ജസീറ എന്ന് പറയുന്ന സ്ത്രീയാണ്. അവർ ഇവിടെ മാത്രമല്ല പാർലമെൻറ്റിൻ്റെ മുമ്പിലും പോയി സമരം ചെയ്തു.
കുട്ടികളെയും കൊണ്ടുപോയി സമരം ചെയ്തു. എന്തിനാണ് എന്നുള്ള പ്രശ്നമല്ല. അപ്പോൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് സമരം നടത്തുന്നതാണ് പുറത്തുള്ള എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ചുംബന സമരത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം എനിക്കുണ്ട്. വളരെ ധാർമ്മിക പോലീസിന് എതിരായിട്ടാണ് അവർ സമരം ചെയ്തത് എന്നുള്ളത് ശരിയാണ്. അത് ഒരുപാട് പൊതുജനാഭിപ്രായം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഇതായിട്ടെടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ ഇപ്പോഴേ ആലോചിച്ചത് നിങ്ങൾ പറയാൻ ജസീറയാണ് എന്ന് പറയുന്ന സ്ത്രീ ആയിരിക്കും ഏറ്റവും ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇപ്പോഴും ഒരു സമരം നിർത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവരെന്താണ് അവരുടെ വീട് പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമരമാണ്. അത് തന്നെയാണ് നിൽപ്പ് സമരവും. ചുംബന സമരം അതിനേക്കാളും മോശമാണ്. ശ്രീ എൻ പി ചേക്കുട്ടി, ഒരുപക്ഷെ ചുംബന സമരമോ അല്ലെങ്കിൽ നിൽപ്പ് സമരമോ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോയതല്ല എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ ഒരു സ്വഭാവത്തെയും അതിൻ്റെ രീതിയെയും കുറച്ചൊക്കെ വിമർശനമുണ്ടാകാം. പക്ഷേ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പ്രസ്ഥാനങ്ങൾ എന്തു ചെയ്തു എന്നുള്ളത് കൂടി നമ്മൾ 2014 വിലയിരുത്തുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരില്ലേ? അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമായി ഈ രണ്ട് മുന്നേറ്റങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ചുംബന സമരവും നിൽപ്പ് സമരവും കേരളത്തിലെ പൊതുവിൽ നമ്മളുടെ മുഖ്യധാരയുടെ ശ്രദ്ധയിൽ വരാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ യുവതലമുറയിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യുവാക്കളും യുവതികളും അതുപോലുള്ള ആളുകളെ സംബന്ധിച്ച് വളരെയേറെ വിഷമമുണ്ടാക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം നിൽക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായി ഇടപെടാൻ കഴിയാത്ത, തുടർന്ന് കേരളത്തിൽ സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും അതിനോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ നിൽപ്പ് സമരം ചുംബന സമരത്തും ഒരു വലിയ ജനകീയമായിട്ടുള്ള താല്പര്യം ഉണർത്തിയാണ്. ഇങ്ങനെയാണോ ഒരു സമരം ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ പ്രശ്നങ്ങളെ മാറ്റേണ്ടത് വെച്ചാൽ അതൊക്കെ വേറെ വിഷയം. പക്ഷെ ആ നിലയിൽ വളരെ വ്യത്യസ്തമായ തരത്തിൽ വിഷയങ്ങളെ പ്രസന്റ് ചെയ്യാനും ഒരു പുതിയ സാമൂഹികമായിട്ടുള്ള താല്പര്യങ്ങളെയും അജണ്ടകളെയും മുന്നോട്ട് കൊണ്ടുവരാനും അത് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് യഥാർത്ഥ നിൽപ്പ് സമരവും. നിൽപ്പ് സമരം നമ്മൾ അങ്ങനെ ഒഴിവാക്കാവുന്നതല്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആദിവാസികളടക്കമുള്ള പിന്നാക്കക്കാരായിട്ടുള്ള ദളിതരടക്കമുള്ള ആളുകളെ ഭൂമിയിലുള്ള അവകാശത്തിന്റെ പ്രശ്നമാണ്. ഈ കാര്യങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലെ മിഡിൽ ക്ലാസ് സമുദായം, മുഖ്യധാര രാഷ്ട്രീയം നിരന്തരമായിട്ട് അവഗണിച്ചതായിരുന്നു. ആ അവഗണന ഇന്ന് പതുക്കെയാണെങ്കിലും സമൂഹത്തിന്റെ ശ്രദ്ധയിൽ വരുന്നുണ്ട്, സമൂഹത്തിന്റെ മനസ്സിലാവുന്നുണ്ട്. ആ നിലയിൽ ഈ രണ്ട് വിഷയങ്ങളും ഇന്ന് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ വരികയും അവരിത് മുന്നോട്ട് കൊണ്ടുവരും ചെയ്യുന്നുണ്ട്. അത് നല്ലതാണ്. അത് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു സിഗ്നൽ കൂടിയാണ്. ഏത് സിഗ്നൽ? ഇത്തരത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ മനസ്സിനകത്ത് ബാധിക്കുന്ന, ജനങ്ങളെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാലത്ത് രാഷ്ട്രീയം പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നത് വ്യക്തമാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കളുടെ കാഴ്ചപ്പാട്? അല്ല, ഇവിടെ ഈ ചുംബന സമരത്തെ അങ്ങനെ പൂർണ്ണമായും നിരാകരിക്കുന്നത് ശരിയല്ല. ചുംബന സമരം എന്നത് ഏതെങ്കിലും വിഷയം മുൻനിർത്തി അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു സമരമായിരുന്നില്ല. കേരളത്തിൽ ആവശ്യം വേണ്ടുന്നതായ ഒരു ജനാധിപത്യ സമീപനമുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു, സഹിഷ്ണുത നഷ്ടപ്പെടുന്നു. പലതരത്തിലുള്ള, അത് താലിബാൻ ആയാലും സംഘപരിവാർ ആയാലും അവരുടെ ഫാസിസ്റ്റ് പ്രവണതകൾ ശക്തിപ്പെട്ടു വരുന്നു. അതിനെതിരെ ഉണ്ടായ ഒരു ജനകീയ പ്രതികരണം എന്ന നിലയിൽ നമ്മൾ ചുംബന സമരത്തെ കാണണം. അത് ചുംബിക്കുന്നതിനുള്ള ആഹ്ലാദത്തിന് വേണ്ടി നടത്തിയ സമരമല്ല. അതുകൊണ്ട് അതോടെ നിൽക്കട്ടെ. പക്ഷേ ആ സമരം അല്ലെങ്കിൽ അതിന് സംഘാടകരാണോ കേരളത്തിൽ ഏറ്റവും വലിയ സാമൂഹികമായ ഒരു പ്രതികരണത്തിന് അല്ലെങ്കിൽ പ്രത്യാഘാതത്തിന് കാരണക്കാരായതെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഈ പറഞ്ഞു കേട്ട 4 പേരുകളും വാസ്തവത്തിൽ ആ കാറ്റഗറിയിൽ സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. ഇന്നോ നാളെയോ ആണ് ഈ വോട്ടെടുപ്പ് നടന്നിരുന്നതെങ്കിൽ ഒരുപക്ഷെ MESന്റെ മേധാവി ഫസൽ ഗഫൂർ വരെ ഈ കൂട്ടത്തിൽ വരുമായിരുന്നു. കാരണം അതൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ ആവശ്യം വേണ്ടതായ ചില സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് ഒരു ചർച്ചയെങ്കിലും ആകുന്നുണ്ടല്ലോ. ആ രീതിയിലുള്ള മറ്റ് നിരവധി പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ പോയി എന്നത് പാർലമെന്ററി പ്രവർത്തനത്തിന് പുറത്ത് കേരളത്തിൽ നടക്കേണ്ടതായ ആ സാമൂഹിക രംഗത്ത് പ്രവർത്തനങ്ങൾ വിരളമായിരുന്നു. നമ്മെ നയിക്കുന്നതിനുള്ള നേതാക്കന്മാർ അത് തീരെ ഇല്ലാതായിപ്പോയി എന്ന ഖേദകരമായ വസ്തുത കൂടി ഈ വോട്ടിംഗിൽ കാണുന്നുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, നികേഷ്, വാസ്തവത്തിൽ നമ്മൾ മികച്ച മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള 4 അംഗങ്ങളുടെ പാനലിന് ലഭിക്കുന്ന
ഒരു പൊതു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയുടെ ഒരു 10% പോലും ഈ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന, അതായത് പാർലമെന്ററി പ്രവർത്തനത്തിന് പുറത്ത് സംസ്ഥാനത്തിനൊരു പുതിയ ദിശാബോധവും പുതിയ കാഴ്ചപ്പാടും നൽകാൻ കഴിയുന്ന നേതാവിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു പാനലിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു 10-15% പോലും സ്വീകാര്യത ഇതിന് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പം ടൈമിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആ മത്സരത്തിൽ ഇപ്പം മോഡിയും ഈ ഫർഗൂസൺ സംഭവത്തെ തുടർന്നുണ്ടായ പ്രതിഷേധവും പ്രക്ഷോഭവുമാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മത്സരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാൻഡിഡേറ്റ്സ് ഇപ്പോൾ അതാണ്. ഏതാണ്ട് അതുപോലെ തന്നെ 2 പ്രസ്ഥാനങ്ങളെ കൂടെ നിങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പം ഈ നമ്മുടെ കേരളത്തിലെ ഒരു വ്യവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ചുംബന സമരത്തെ ആരെങ്കിലും എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ തല തെറിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഇവിടെ ചേക്കുട്ടിയോ മറ്റോ പറഞ്ഞതുപോലെ ചില നമ്മൾ ചർച്ച ചെയ്യാതിരുന്ന ചില കാര്യങ്ങളെ ചർച്ചയിലേക്ക് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഇതിനൊക്കെ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് ചുംബന സമരത്തിന്റെ കാര്യത്തിൽ അതാവാം. പക്ഷെ ഒരു നീർക്കുമ്പളയുടെ ആയുസ്സിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുജീവിതത്തിൽ ഈ സമരത്തിന് എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കൊണ്ടുവരുന്നു. മറ്റേത് ആദിവാസികളുടെ പ്രശ്നങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല ചർച്ച ചെയ്യുന്നത്. അത് നേരത്തെ എത്രയോ തവണ മുത്തങ്ങയിൽ സമരം നടന്നിരിക്കുന്നു, പിന്നീട് ചങ്ങര സമരം നടക്കുന്നു, വലിയ തോതിൽ ആദിവാസികളുടെ പ്രശ്നങ്ങളോടെ ചർച്ച ചെയ്തിരിക്കുന്നു. ഈ 2 പ്രസ്ഥാനങ്ങൾക്ക് എത്രത്തോളം നമ്മുടെ കേരള മനസ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പാർലമെന്റ് പ്രവർത്തനത്തിന് പുറത്ത് കേരളത്തെ സ്വാധീനിച്ച നേതാക്കളുടെ ഒരു പാനലിൽ വരേണ്ട പലരും ഇതിൽ വന്നിട്ടില്ല എന്നുള്ള, ഞാൻ 2 വ്യക്തികളെ എടുത്തു പറയുന്നില്ല, വന്നിട്ടില്ല എന്നുള്ള ഖേദകരമാണ്. രാഷ്ട്രീയ രംഗത്തെയും സാമൂഹിക മേഖലയിലെയും 11 കാറ്റഗറിയിലെ മികവിനാണ് പുരസ്കാരം നൽകുന്നത്. ഈ പുരസ്കാരം നിർണ്ണയിക്കുന്നത് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ ചീഫ് സെക്രട്ടറി CP നായർ, പ്ലാനിംഗ് ബോർഡ് അംഗം G വിജയരാഘവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ NP രാജേന്ദ്രൻ എന്നിവരടങ്ങുന്ന പാനലാണ്. ജനനായക പുരസ്കാരങ്ങൾ ഈ മാസം 21-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന പൊതുചടങ്ങിൽ വിതരണം ചെയ്യും. മികവിനുള്ള 11 പുരസ്കാരങ്ങളും ഗവർണർ P സദാശിവമാണ് സമ്മാനിക്കുക. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, രാജ്യത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായി, മാധ്യമപ്രവർത്തക സാഗരിക ഘോഷ്, സാമൂഹിക പ്രവർത്തക ദയാഭായ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. നോമിനേഷൻ പ്രകാരമുള്ള വോട്ടിംഗ് ഇന്നു മുതൽ ആരംഭിക്കും. റിപ്പോർട്ടറിന്റെ വെബ്സൈറ്റ് വഴിയും SMS മുഖേനയും പ്രേക്ഷകർക്ക് വോട്ടിംഗിൽ പങ്കെടുക്കാം. ഈ പരിപാടി പൂർണ്ണമാകുന്നു. റിപ്പോർട്ടർ ജനനായക പുരസ്കാരം 2014